അൽഷാർ എന്ന് പറഞ്ഞ ഒരു കടയിലോട്ട് നമ്മൾ പോവാണ്. റാവൻസ്ബർഗില്, അതായത് ജർമ്മൻ ഷവർമ കഴിക്കാൻ നമ്മൾ ഇപ്പോൾ പോവുകയാണ്. നട്ടുച്ചയാണ്, ഇപ്പം സമയം 11:30 മണി. ഭയങ്കര ചൂട്. ഇപ്പോഴത്തെ കാലാവസ്ഥ 25 ഡിഗ്രി ആണെങ്കിലും ഭയങ്കര ചൂടാണ്. കണ്ടില്ലേ, സാഹിബുമാരൊക്കെ കറങ്ങുന്നുണ്ട് വെയിലും കൊണ്ട്. അടിച്ചു പൊളിച്ചു കണ്ടോ, എല്ലാവരും ഷോർട്ട് പാൻ്റൊക്കെ ഇട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ജർമ്മനിക്കുള്ളിലൂടെയുള്ള ഈ ഒരു യാത്രയിലോട്ട് സ്വാഗതം. എവരിബഡി ഒരു എന്താ പറയുക, പിക്നിക് മൂഡിലാണ് ഈ ചൂടത്ത്. സമ്മർ സീസൺ എന്ന് പറയുന്നത് യൂറോപ്പ് ഇങ്ങനെയാണ്. ഇന്നിപ്പം വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഓഫീസിലും കാര്യങ്ങളിലൊക്കെ ബിസിയാണ്. ആ സിഗ്നലിന് അവിടുന്ന് ലെഫ്റ്റ് അല്ലേ? ഇവിടുന്ന് ലെഫ്റ്റോ? അത് ശരി. സി ഗൈസ്, ഇവിടുത്തെ ലെഫ്റ്റ് ഒക്കെ ഉണ്ടോ? അത് ഒരാൾ സീതാ പോകണം, ഒരാൾ ലെഫ്റ്റ് പോകണം, എന്നുണ്ട് ഇങ്ങനെ പോകണം. അവിടുന്ന് വണ്ടികളൊന്നും ഇല്ലെങ്കിൽ നോക്കിയിട്ട് നമ്മളിവിടെ നോക്കി വളരെ ശ്രദ്ധിച്ച് 30 കിലോമീറ്റർ സ്പീഡിൽ മാക്സിമം നമ്മൾ കയറി പോകണം. അതിനപ്പുറം ഒരു സൈക്കിൾ ട്രാക്ക് ഉണ്ട്, അവരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ 16ന്റെ പണി അവർ തരും, അവർക്കാണ് പ്രയോറിറ്റി. ഓക്കെ, ഒരു സിഗ്നൽ വരുമ്പോൾ അവിടുന്ന് റൈറ്റ് എടുക്കണം. ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ അറാൽ എന്ന് പറഞ്ഞിട്ടൊരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് കയറിയിട്ട് ഒരു കുറച്ച് പെട്രോൾ, ഒരു ഹാഫ് ടാങ്ക് അടിക്കാമെന്ന് വെച്ച് കയറിയ, പക്ഷെ അവിടെ ഇപ്പം ഹാഫ് ടാങ്കേ ഉള്ളൂ. അപ്പോൾ അവിടെ 2.10 അതായത് ഒരു 20 പൈസ കൂടുതലാണ് ഇവിടെ. ചില പെട്രോൾ സ്റ്റേഷനിൽ ഇവിടെ വില കൂടുതലാണ്. ഇത് സിഗ്നൽ അല്ലല്ലോ, ഇവിടുന്നാണ്. ഉറപ്പാണോ? ഓക്കെ. നമ്മൾ ആക്ച്വലി ഷവർമ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്, പക്ഷേ നമ്മൾ പ്ലാൻ മാറ്റി. നമ്മളിപ്പോൾ അവിടുന്ന് നേരെ തിരിച്ച് ഫ്രീഡിഷാഫൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയുന്ന ഫ്രീഡിഷാഫൻ. ചക്കുവിന് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പേടിപ്പിച്ച് കളഞ്ഞല്ലോ അവൻ. എന്തിനാണ് ഹോൺ അടിച്ചത്? അവന് സുഖമായിട്ട് കയറിപ്പോവല്ലോ. അവൻ അടിച്ചു വിട്ട് പോ. തുർക്കി ആയിരിക്കും ചിലപ്പോൾ, അല്ലേ? ജർമ്മനും ആയിരിക്കും. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ റൂട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ ഏരിയ കൂടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ടിലൊന്നും കാര്യമായിട്ട് റെസിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരു വനപ്രദേശം പോലുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്രീഡിഷാഫൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ ഈ റൂട്ടിൽ കൂടെ വന്നിട്ടില്ല, ഇത് ഒരു പുതിയ റൂട്ടാണ്. ആ സ്ഥലത്തിന്റെ പേര് അഗാറോ ആണ്, ആർഗ്. ആ കൂട്ടി എന്താണ്, ഇതാ പശുക്കളൊക്കെ നിന്ന് പുല്ല് തിന്നുന്നു. നൈസ് പശുക്കളാണ് ഇവിടുത്തെ, അല്ലേ? സ്വിസ് തന്നെ ഇതും. ഈ ബോർഡർ ആയതുകൊണ്ടുണ്ടല്ലോ, സ്വിറ്റ്സർലൻഡുമായിട്ട് ഒത്തിരി സാദൃശ്യം തോന്നും ഇവിടുത്തെ സ്ഥലങ്ങളും വീടുകളും. ഈ ബോർഡർ ലൈനിലുള്ള ജർമ്മൻ ബോർഡറും സ്വിസുമായിട്ട് വളരെ അടുത്തല്ലേ. സാറ്റർഡേ ആണ് പിന്നെ അങ്ങോട്ട് പരിപാടി. നമ്മളങ്ങോട്ട് കറങ്ങാൻ പോവും ഓരോ സ്ഥലങ്ങളിലോട്ടും. ഇവിടെ 30. അപ്പോൾ നമ്മൾ ഫ്രീഡിഷാഫനിലെത്തി. നമ്മളുടെ വരുന്ന വഴികളൊക്കെ ഓൾമോസ്റ്റ് ഒരേ ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് അധികം വീഡിയോ എടുത്തില്ല. അങ്ങനെ നമ്മൾ ഫ്രീഡിഷാഫനിൽ പാർക്കിങ്ങിലെത്തി. ഇവിടെ പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട്, നമ്മൾ അവിടെ എത്തി. അവിടെ ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇനി വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. ഇതൊരു റോഡാ അല്ലേ? അവർ ശ്രദ്ധിക്കണം ഞാൻ കടന്നു വരുമ്പം. എന്നെ അവരാ നോക്കണ്ടേ. പാർക്കിങ്ങിൻ്റെ നമ്മൾ പേയ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടായിരിക്കണം പോകേണ്ടത്. ഇവിടെ 1 മണിക്കൂറിന് 1.2. ഇതാണ് ബോഡൻസി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സ്വിറ്റ്സർലൻഡ് ആടാ. ശരിക്കും കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ബോഡൻസിയുടെ ഓപ്പോസിറ്റ് സൈഡ് സ്വിറ്റ്സർലൻഡും വരും. എല്ലാ മേഖലയും വരില്ല, ചില ഏരിയ വരുമ്പോൾ അങ്ങനെ വരും. നമുക്കാണ് ബോട്ട് ഇവിടുന്ന് വാടകയ്ക്ക് എടുത്ത് ഇതിനകത്തൂടെ പോകാം.
ആൾക്കാരൊക്കെ ദേ അങ്ങനെ കറങ്ങുന്നുണ്ട് കണ്ടോ, ബോർഡൻസിക്കുള്ളിലൂടെ. ഞങ്ങളങ്ങനെ ഈ ബോർഡൻസിയയുടെ ഈ ഒരു ഭാഗത്ത് വന്ന് കുറേ നേരം ഇതിന് ചുറ്റിനുമൊക്കെ കറങ്ങി ഈ ബോർഡൻസിയയുടെ ആ ഒരു കരയിലൂടെയൊക്കെ കുറേ നേരം നടന്നു. പിന്നെ ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു. ഇവിടെ ഡ്രിങ്ക്സും കോഫിയും ഒക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. ഇവിടെ മൊത്തം റെസ്റ്റോറൻറ്റും അതുപോലെയുള്ള ഒരു തീമാണ്. അപ്പം ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നു പോകുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് ഇവിടോട്ട് ലഞ്ച് വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഷെഡ്യൂള് കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ചർച്ച. അപ്പോൾ അടുത്ത നമ്മുടെ ടൂർ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇനി വരാൻ പോകുന്ന 10-12 ദിവസം എങ്ങോട്ടാണെന്നൊക്കെയുള്ള ചർച്ചയിലായിരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഗർമിഷ്ഠാനുള്ള കാണാൻ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമ്മളിപ്പോൾ യൂറോപ്പിൽ എവിടെ യാത്ര ചെയ്താലും ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും ഇവിടുത്തെ ആൾക്കാർ മോസ്റ്റ്ലി എല്ലായിടത്തും ഭയങ്കരമായിട്ട് ഹൗസ്ഫുള്ളായിരിക്കും. ഇപ്പം തന്നെ നോർമലി ഇപ്പോൾ ഒരു ശൈത്യകാലമാണ്, നമുക്ക് തണുത്ത കാലത്താണ് വരുന്നതെങ്കിൽ കാര്യമായിട്ട് ഇവിടെ ഒന്നും വലിയ റഷൊന്നും കാണത്തില്ല. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം കുട്ടികളും ഫാമിലിയും അങ്ങനെ ഫുൾ ഇവിടെ പാക്ഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ഇത് കാണാം. ഇവിടെ മുഴുവൻ തിരക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ റേറ്റും കൂടും. നമ്മുടെ അടുത്ത 10 ദിവസത്തെ പക്ക ഷെഡ്യൂൾ ചെയ്യണം. ഒന്ന് ഇരിക്കുകയാണ്. അപ്പം ചൂടൊക്കെ അല്ലേന്ന് വിചാരിച്ച് ഒരു ബിയർ എടുത്ത്, ജസ്റ്റ് നോൺ ആൽക്കഹോളിക് ബിയറാണ്. ഞാൻ നോൺ ആൽക്കഹോളിക് ബിയറേ കഴിക്കൂ. ഇവർ ഐസ്ക്രീം വാങ്ങി, അമ്മയും മോനും. ഞാൻ ഒരു നോൺ ആൽക്കഹോളിക് ബിയറും വാങ്ങിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നൈസ് ക്ലൈമറ്റ്. പുറത്ത് നല്ല ചൂടും അകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റും. എന്നാലും ഐസ്ക്രീം തിന്നുന്നുണ്ടല്ലേ. ഇവിടെ ജർമ്മനിയിലെ ഈ ഭാഗങ്ങളിലൊന്നും സീ ഇല്ലാത്തതുകൊണ്ടും സ്വിറ്റ്സർലൻഡിലൊന്നും സീ ഇല്ലാത്തതുകൊണ്ടും ഈ ബോർഡൻസി എന്ന് പറയുന്ന ഈ ഒരു തടാകക്കര എന്ന് പറയുന്ന അവർക്ക് ഒരു ബീച്ച് പോലൊക്കെ തന്നെയാണ്. ഫ്രീഡ്രിഷ്ഹാഫനിലെ ഈ ബോർഡൻസിയുടെ ആ ഒരു ഓരത്ത് വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മുഴുവൻ റെസ്റ്റോറൻറ്റുകളും കഫേസും ബാറും ഒക്കെയാണ്. ഇവിടെ ആൾക്കാർ വരിക, ഇവിടെ ഇരിക്കുക, ബിയർ അടിക്കുക, എൻജോയ് ചെയ്യുക, അത് തന്നെയാണ് സംഭവം. അപ്പം മൊത്തം ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന മൊത്തം ഇവിടെ ഉള്ളവരാണ്. മോസ്റ്റ്ലി എല്ലാം ജർമ്മൻസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ സീസണിലൊക്കെ ഒത്തിരി ഫോറിനേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ് ഇത്. ആ ഒരു സെറ്റപ്പാണ് ഇവർ പണിതിട്ടിരിക്കുന്നത് അല്ലേ. യൂറോപ്പിലെ സമ്മർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗദി അറേബ്യയിലൊക്കെ പോലെ തന്നെ ശരിക്കും ചൂട് ഫീൽ ചെയ്യും. അത് കാരണം നമുക്ക് വെയിലത്ത് കറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഷെയ്ഡ് നോക്കി പോകും. ഒരു അറബിക് സോങ് പോലെ ഫീൽ ചെയ്യുന്നത്. തുർക്കിഷാന്ന് തോന്നുന്നു. ആ പോകുന്ന ബോട്ടിലാണ്. നമ്മളിവിടെ ഇങ്ങനെ കുറേ നേരം കറങ്ങി അതിനുശേഷം നമ്മളിവിടെ തിരികെ പോവാണ്. പോയി നോക്കുക നമ്മുടെ ബോട്ടിൽ കയറുന്നതിന് എത്ര രൂപയാവുമെന്ന്. ഇവിടെ അത് അടവാണോ അത് തുറന്നിരിപ്പണോ എന്നറിയില്ല. അപ്പോൾ ചക്കു അവിടെ പോയിട്ട് പ്രൈസൊക്കെ നോക്കുമായിരുന്നു. പിള്ളേർ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റിക് സ്പോട്ട് ആയതുകൊണ്ട് മൊത്തം ഈ ഏരിയ മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ്. അല്ലേ, ഇവിടെ മൊത്തം റെസ്റ്റോറൻ്റാണ്.
ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് മൊത്തം. അടിപൊളി ആണ്. ഈവനിങ്ങിലൊക്കെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ നൈസാണ്. എന്താ പറയുന്നത്? എങ്ങനെ വില എങ്ങനെ? നിന്ന് പോകുന്ന ആ, പക്ഷെ അത് ഇതിനകത്ത് റിസ്ക് അല്ലേ നിന്നൊക്കെ തുഴഞ്ഞു പോകുന്നത്? അതിനൊക്കെ ഭയങ്കര 25 പാഡൽ ചെയ്ത് പോകുന്ന. ഓക്കെ, നമ്മൾ അങ്ങനെ പാർക്കിംഗ് ടിക്കറ്റ് തിരിച്ചിട്ടു. എത്രയാന്ന് നോക്കുകയാണ്. 1 മണിക്കൂറത്തേക്ക്, അരമണിക്കൂറത്തേക്ക് 1.2 ആണ്. നമ്മൾ ടിക്കറ്റ് അതിനകത്ത് ഇട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്തായി? 5 യൂറോ ആയി മക്കളെ. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടിട്ട് പോയതിന് 5 യൂറോ. 5 യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 25 റിയാൽ. 1B അതെ. അപ്പോൾ ഗുഡ് ബൈ ഗായ്സ്, സീ യു. ബിയിലാണ് വണ്ടി ഇട്ടിരുന്നത്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ യൂറോപ്പിൽ ഏതൊരു ഇങ്ങനത്തെ ടൂറിസ്റ്റിക് പ്ലേസിൽ വന്നാൽ എല്ലാം ഓർഗനൈസ്ഡ് ആണ്. ഇപ്പം പാർക്കിംഗ് ആണെങ്കിലും അവിടെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് നോക്കിയാൽ എല്ലാം ഓർഗനൈസ്ഡ് ആണ്. അവർ അതിനുള്ള ഫീ ചാർജ് ചെയ്യുമെങ്കിലും അതിനുള്ള സർവീസ് നമുക്ക്. അങ്ങനെ ഗൈസ്, നമ്മൾ ഹൗസ് ഫാർട്ട് എക്സിറ്റ് എടുത്തു. നമ്മളങ്ങനെ ഫ്രീഡ്രിഷ്ഹാഫനിൽ നിന്ന് തിരികെ പോവാണ്. വി ആർ ഗോയിങ് ബാക്ക് ടു റാവൻസ്ബർഗ്. നമ്മൾ ഇവിടെ ബോഡൻസിയുടെ അവിടെ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇറ്റ് വാസ് എ വെരി ഗുഡ് ടൈം. അങ്ങനെ ആ ഒരു നൈസ് ടൈം കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. വെയിൽ കണ്ടോ ഗൈസ്? യൂറോപ്പിലെ ഭയങ്കര വെയിൽ കണ്ടോ? ഇവർ സൈക്കിളിൽ പോകുന്ന പോക്കുണ്ടോ? ഇവർക്കാണ് പ്രയോറിറ്റി. നമ്മൾ വെയിറ്റ് ചെയ്തോണം. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇതുപോലെ. ഇപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി കൂടെ സൈക്കിളിൽ പോകുന്ന വെച്ചോ, KSRTC ബസ് നമ്മുടെ പുറത്ത് വന്ന് കയറും. അതാണ് നാട്ടിലെ വണ്ടി ഓടിയും ഇവിടുത്തെ വണ്ടി ഓടിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം തന്നെ ആണെങ്കിലും നമ്മൾ നോക്കിക്കോണേ പേടിച്ചിട്ട് 1 മീറ്റർ പുറകെ നിൽക്കത്തേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അവർ ചെരിഞ്ഞാലോ മറിഞ്ഞാലോ നമ്മുടെ വണ്ടി വല്ലതും മുട്ടിയെന്ന് വെച്ചോ, നമ്മളെ അവർ സൂ ചെയ്യും. അപ്പം അത് കാരണം അവരടുത്ത് അകലം പാലിച്ച് കണ്ടോ മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടോ? എവിടെയോ തീപിടുത്തം നടന്നിട്ടുണ്ട്. ഫയർ എഞ്ചിൻ പറന്ന് വന്നിട്ടുണ്ട് കണ്ടോ? നമുക്കിവിടെ ഗ്രീൻ സിഗ്നൽ ആണ്, പക്ഷേ അത് വന്നതുകൊണ്ട് നമ്മളിവിടെ മാറി നിൽക്കുക. അതിപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മളത് ചെയ്യും. ഓൾമോസ്റ്റ് ഈ റെസ്റ്റോറൻറ്റ് മേഖല മുഴുവൻ തുർക്കിഷുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. തുർക്കിഷുകളുടെ ഭയങ്കരമായ രീതിയിലൊരു ബിസിനസ്സിന് ഒരു മേൽക്കോയ്മയുണ്ട് ഇവിടെ ജർമ്മനിയിൽ. മൊത്തം തുർക്കികളാണെന്ന് വേണേൽ പറയാം. ഏത് പ്ലേസിൽ ചെന്ന് കഴിഞ്ഞാലും യുവമാരുടെ ഒരു ആധിപത്യമുണ്ട്. ഇത് ട്രെയിനല്ലേ കിടക്കുന്നത്? നൈസ് ട്രെയിന്. അത് ശരി. അതന്നെ അവിടെ വല്ല പണി നടക്കുവാണോ? അത് ശരി. ബസ്സാ അല്ലേ? ഡിലേ ആയിരിക്കും. ഈ ഫ്രീഡ്രിഷ്ഹാഫൻ എന്ന് പറയുന്ന ആ സ്ഥലത്തില് നമുക്ക് വരാൻ വലിയ ദൂരമില്ല. ഒരു 80 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ നമുക്കിവിടെ എത്താം. ഓൾമോസ്റ്റ് വൈൻഗാർഡനൊക്കെ പോലെ തന്നെ ഉള്ളൊരു പ്ലേസാണ് റാവൻസ്ബർഗും ഒക്കെ പോലെ. പക്ഷേ ഇവിടെ ഈ ബോഡൻസി ഉള്ളതുകൊണ്ട് ഒത്തിരി ഔട്ടർ പാർട്ടിലുള്ള ആൾക്കാർ ഇവിടെ അതിനു വേണ്ടി വരും. ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന നിലയിൽ ഒരു സെൽഫ് സർവീസിൻ്റെ ഒരു കാർ വാഷ് ഏരിയ. നമ്മൾ തന്നെ വണ്ടി കൊണ്ടിടുക, നമ്മൾ തന്നെ കഴുകുക, നമ്മൾ തന്നെ അവിടുന്ന് പൊക്കോളുക. അതിന് എത്ര റേറ്റ് കൊടുക്കണം? 2 യൂറോ 3 യൂറോ 3-4 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാറ് സെൽഫായിട്ട് വാഷ് ചെയ്യാം. എന്ന് പറയുന്ന ജർമ്മനിയിലെ ആ സിറ്റി ഇതുവഴി പോയാൽ മതി. ഇവിടെ മുഞ്ചൻ എന്നാണ് പറയുന്നത്. മ്യൂണിക്.
ആപ്പിളിൻ്റെ സീസൺ അല്ല, പക്ഷേ സ്ട്രോബെറിയുടെ സീസണാണെന്ന് തോന്നുന്നു. എവരിഡേ എല്ലാം ഇവിടുത്തെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഈ ടൗൺഷിപ്പിലെല്ലാം ഇവർ ചെറിയ കിയോസ്ക് ഇട്ടിട്ടുണ്ട് സ്ട്രോബെറിയുടെ. ഇവിടെ ഇപ്പം ഞാൻ കണ്ടായിരുന്നു സ്ട്രോബെറിയുടെ കിയോസ്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചില്ലേ, അവർ പിന്നെ ഇന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. ആ, ഡയറക്റ്റ് ഫാമിൽ നിന്ന്. അയ്യോ, അത് വിട്ടുപോയി. നമ്മളിവിടെ ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റ് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പൊന്നുമൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വന്നായിരുന്നു. ഓൾ യു ക്യാൻ ഈറ്റ് എന്ന് പറഞ്ഞാൽ സുഷി ആയിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു സുഷിയുടെ റോള് മാത്രമാണ് കൂടുതൽ വെച്ചിരുന്നത്. അവിടെ എത്ര യൂറോ ആയിരുന്നു ഒരാൾക്ക്? 22 യൂറോ ഒരാൾക്ക് അല്ലേ? ഓൾ യു ക്യാൻ ഈറ്റ്. നമ്മൾ ഇച്ചിരിയും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിലുണ്ടല്ലോ കുറേ കൂടെ വെറൈറ്റി കിട്ടിയാണ് അല്ലേ? നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി പോയി വരാൻ. നമുക്ക് പറ്റിയ വരാം ഇവിടെ. അതിനാണ്. പക്ഷെ യാമിയാമിൽ നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല, ഒരു ലിമിറ്റിനനുസരിച്ച് കഴിക്കാൻ പറ്റുമോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഈ യൂറോപ്പിലെ ആ ഒരു ഡ്രൈവിംഗ് സെൻസും ക്വാളിറ്റി അവന്മാർ. ഇപ്പം തന്നെ നമ്മൾ ആ റൗണ്ട് അബൌട്ടിൻ്റെ സൈഡിൽ നിൽക്കുക. റൗണ്ട് അബൌട്ടുകാർക്കാണ് ഇവിടെ പ്രയോറിറ്റി. പക്ഷെ ഒരു 5-6 വണ്ടി പോയപ്പോൾ ഒരാൾ അവിടെ നിർത്തി തന്നിട്ട് പറഞ്ഞു പ്ലീസ് ഗോ എന്ന്. അപ്പോൾ എത്ര ഒരു സ്റ്റാൻഡേർഡ് ഇവരിവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. നമ്മളാണെന്നുണ്ടെങ്കിൽ നിർത്തത്തില്ല. റിയാദിലൊക്കെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് മരണക്കിണറിൽ ഓടുന്ന പോലെ ഓടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകും. ഒരു നിർത്തലും ഇല്ല അവിടെ. ഇവിടെ വളരെ ശാന്തമായിട്ടാണ് അവർ നിർത്തി പൊക്കോ എന്നിട്ട് പുള്ളി പൊക്കോളും. അതൊക്കെ ഇവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് സമ്മതിച്ചു കൊടുക്കണം. ബെക്കൻബേറൻ എന്ന് പറഞ്ഞൊരു ടൗണാണിത്. ബെക്കൻബേറൻ. ഫ്രീഡിഷാഫിനിൽ നിന്ന് നമ്മൾ റാവൻസ്ബർഗിലോട്ട് പോകുമ്പോഴിടയ്ക്കുള്ള ഒരു ടൗണായത്. ഹമ്മ 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 കിരണിൻ്റെ ഹമ്മ, ചക്കുവിൻ്റെ ഹമ്മ. ആദ്യത്തെ ഒരു കമ്പനിയായിരുന്നു ഹമ്മ. ചക്കു ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറങ്ങി ഫ്രീഡിഷാഫിനൊക്കെ കറങ്ങി തിരിച്ച് നമ്മൾ റാവൻസ്ബർഗിലെത്തി ഗൈസ്. ഇതാ ഇവിടെ ഉണ്ട് വൈൻഗാർട്ടൻ. നമ്മുടെ വീടിനടുത്തെത്തി. ഇവിടെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങി ജസ്റ്റ്. എന്നിട്ട് വേണം എനിക്ക് അതുവഴി കളിക്കാനായിട്ട് പോകാൻ. ചക്കുമൊക്കെ ഓൾറെഡി അകനെയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പോയിരിക്കുക. ഇത് വൈൻഗാർട്ടൻ്റെ മെയിൻ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, ഒരു ഡൗൺ ടൗണിൻ്റെ ഏരിയ ആണ്. വളരെ നിശബ്ദവും കാം ആൻഡ് ക്വയറ്റുമാണ്. ഇന്ന് പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ, അതിൻ്റെ ഹോളിഡേ ഇവിടെ. ശരിക്കും ഞാൻ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ജർമ്മൻ വേർഡാണ്. ഇതെല്ലാം മോസ്റ്റ്ലി എല്ലാം അടവാണ്. ഉള്ളി ബേക്കറി മാത്രമേ ഉള്ളൂ. ഒരു ഷോപ്പ് മാത്രമേ ഇവിടെ ഓപ്പൺ ഉള്ളൂ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുവാ. നമുക്ക് ഈ വെട്ടമൊക്കെ കാണുമ്പോൾ തോന്നും ഭയങ്കരമായിട്ട് ഇവിടെ ഉച്ച സമയമൊക്കെ ആയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഈവനിങ് ടൈം ആയി വരും. 7 മണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ 8:30, 9, 9:30 ആകുമ്പോഴാണ് മോസ്റ്റ്ലി ഇരുട്ടുന്നത്. നമ്മളങ്ങനെ അവിടെ കുറച്ച് നേരം വൈൻഗാർട്ടനിൽ കറങ്ങിയിട്ട് നേരെ നമ്മൾ അകൻ്റെ വീട്ടിലെത്തി. ഇത് അകൻ്റെ വീടാണ്, ചക്കുവിൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇന്ന് അവൻ്റെ വീട്ടിലാണ് ഡിന്നർ. അപ്പം ഇന്ന് നമ്മൾ കറക്കമെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഡിന്നറിന് നേരെ അകൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. അകനിപ്പോൾ റീസെൻ്റ്ലി മാറിയ വീടാണ്. അപ്പം വീട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുള്ള നമ്മളുടെ വിസിറ്റാണിത്. അവരവിടെ ഭയങ്കര പ്രിപ്പറേഷനിലാണ് കിച്ചണിൽ എല്ലാവരും. ബിരിയാണി എന്തോ ആണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മളുടെ ഭക്ഷണം ബിരിയാണിയാണ്. ഇതെല്ലാം കഴിച്ചിട്ട് വേണം ഇവിടുന്ന് ഒന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകണം. ചക്കുവും അകനും ഫയസും ഒക്കെ ഒരേ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സുകളാണ്. അകൻ്റെ കുടുംബം വന്നിട്ട് തൊടുപുഴ. ഇതവൻ്റെ കളക്ഷൻസാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കണ്ട് ഇവരുമൊക്കെ ആയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ച് ഒക്കെ ഇരുന്നു. ആഹാരമെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി തിരികെ നമ്മുടെ വീട്ടിലോട്ട് പോകണം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ സ്ഥലങ്ങളും പുതിയ വീഡിയോകളും ഒക്കെ ആയിട്ട് നമുക്ക്
ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.